എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽ. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് സാംസങ്ങിൻ്റെ ഓൾ ന്യൂ എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ. ഒരു 9 കിലോ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഈ സാംസങ്ങിൻ്റെ എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ലോണ്ട്രി എക്സ്പീരിയൻസ് എഫിഷ്യൻറ്റും എഫക്റ്റീവും അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തുണി കഴുകുന്ന എക്സ്പീരിയൻസിനെ ഇത് കൂട്ടുന്നത്, ഇമ്പ്രൂവ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിലെ ഹെക്ടിക് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എളുപ്പമാക്കുന്നത് നോക്കാം. ആദ്യം നമ്മുടെ സാംസങ്ങിൻ്റെ എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈജീൻ സ്റ്റീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ഹൈജീൻ സ്റ്റീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചൂട് വെള്ളം കൊണ്ട് നമ്മുടെ തുണി കഴുകി കഴിഞ്ഞാൽ ഒരുവിധമുള്ള കറകളും കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോവും. അതേപോലെ തന്നെ ബാക്ടീരിയയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജി എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 60 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്ത്സിനെ കഴുകും. അങ്ങനെ കഴുകുന്ന സമയത്ത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വളരെ കട്ടി കൂടിയ സാധനങ്ങളുണ്ടല്ലോ, ജീൻസ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള സ്റ്റെയിൻസും കറകളും അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. അറ്റ് ദ സെയിം ടൈം 99.9% ബാക്ടീരിയാസിനെയും ആ ഒരു സ്റ്റീം കൊല്ലും. വേറൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻവേർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജി അതിനകത്തുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ യൂസ് ചെയ്തിട്ടാണ് ആ പരിപാടി വർക്കാവുന്നത്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഡ്യൂറബിലിറ്റിയും പവറും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എൻഷുർ ചെയ്യുന്നതാണ് ഈ ഒരു സെറ്റപ്പ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കറണ്ട് മാത്രം യൂസ് ചെയ്ത് കിടിലം പെർഫോമൻസ് തരാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള വേറൊരു ഗുണം, സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതായത് നിങ്ങളിപ്പം അതിനകത്ത് റിൻസിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വലിയ സൗണ്ടാണ് സാധാരണഗതിയിൽ പല പ്രോഡക്റ്റിലും കാണാറുള്ളത്. അതിൽ നിന്ന് മാറി ഇതിൻ്റെ അകത്ത് വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കും ഈ പ്രോസസ്സ് നടക്കുന്നത്. എന്നാൽ കിടിലം പെർഫോമൻസും കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ, സാധാരണ രീതിയിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടണിൽ ഓൺ ബട്ടൺ അമർത്തും അല്ലേ? എന്നാൽ നമ്മുടെ സാംസങ്ങിൻ്റെ എക്കോ ബബിൾ ടെക്നോളജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇതിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും നിങ്ങളുടെ വാഷിംഗ് സൈക്കിൾ, ലോണ്ട്രി സൈക്കിൾ. അതായത് ഒരാഴ്ചയുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ, അതിൻ്റെ അകത്ത് ഏത് ദിവസം നിങ്ങൾ ഏത് സമയത്ത് നനയ്ക്കണം, ഏതൊക്കെ സൈക്കിളിൽ നനയ്ക്കപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് നമ്മൾ ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇടുന്ന സമയത്തായിരിക്കും അയ്യോ എനിക്കൊന്നും ഇടാനില്ല, എല്ലാം അലക്കാൻ കിടക്കുവാണ്. ആ സിറ്റുവേഷൻ വരാതെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എസ്കേപ്പ് ആവാന്നുള്ളത് ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. സാംസങ്ങിൻ്റെ തന്നെ സ്മാർട്ട് തിങ്സ് ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ഒരു സജഷനും കാര്യങ്ങളും കിട്ടും. അതൊരു അടിപൊളി ഓപ്ഷനാണ്, പറയാതിരിക്കാൻ വയ്യ. ഇനി നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ എക്കോ ബബിൾ ടെക്നോളജി? എക്കോ ബബിൾ ടെക്നോളജി ഭയങ്കര സിമ്പിളാണ്, വേറൊന്നുമില്ല. ഈ ഒരു എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പ്രൊപ്പല്ലർ എയറിനെയും വെള്ളത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റർജൻറ്റിനെയും സോപ്പ് പൊടിനെയും അല്ലെങ്കിൽ സോപ്പിൻ്റെ ലിക്വിഡിനെയും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യും. ആ ഫോം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വാഷ് ചെയ്യുന്നതിനേക്കാളും 2.5 മടങ്ങ് കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നമ്മുടെ ഡ്രസ്സസിലൊക്കെ നടത്തും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാൻറ്റിൽ സാമ്പാർ വേണമെന്ന് വെച്ചോ, ആ സാമ്പാറിൻ്റെ കറ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി വാഷ് ചെയ്ത് ചിലപ്പോൾ പോകില്ലായിരിക്കും. എന്നാൽ എക്കോ ബബിൾ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോമിന് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി മൊത്തം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ടെക്സ്ചർ, നമ്മുടെ ടീഷർട്ടൊക്കെ 2-3 തവണ നനച്ച് കഴിയുന്ന സമയത്ത് ബേക്കൺ നെക്ക് വരും, അതായത് ഇവിടുത്തെ ഈ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ വളഞ്ഞു പോകും. അതൊന്നും വരാതെ ടെക്സ്ചർ നല്ലതുപോലെ സെക്യൂർ ആക്കി വയ്ക്കും, കളറും നല്ലതുപോലെ നോക്കിക്കോളും. അതാണ് സംഭവം. വേറൊരു ടെക്നോളജിയും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, ഹോം കെയർ വിസാർഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സാംസങ്ങിൻ്റെ എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോം കെയർ വിസാർഡ് എന്ന് പറഞ്ഞ ടെക്നോളജി സെൽഫ് ഡയഗ്നോസ് ചെയ്ത് ഏതെങ്കിലും ഒരു പാർട്ട് ഡാമേജ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ തരും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രമ്മിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണ്, അല്ലെങ്കിൽ ഈ ബോർഡിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് വാണിംഗ് തരും. ഇത് ചിലപ്പോൾ ചീത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതും കൂടി ഹോം കെയർ വിസാർഡ് നമുക്ക് പറഞ്ഞു തരും. ഡൺ. പിന്നെ നമ്മുടെ എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അകത്തുള്ള മോട്ടറിന് 20 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. 20 വർഷം എന്ന് പറയുന്ന സമയത്ത് 20 വർഷത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാലും അതിനുള്ള എല്ലാ സൊല്യൂഷനും സാംസങ് തരും. അതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്.
നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കുന്നത് ചിലപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ തുണി അലക്കാനായിട്ട് മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പടപടാന്ന് നിങ്ങൾക്ക് തുണി അലക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിനകത്ത് സൂപ്പർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ കിടപ്പുണ്ട് സൂപ്പർ സ്പീഡ്. ഈ സൂപ്പർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇട്ട് നിങ്ങൾക്ക് അലക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 29 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് കഴുകി കിട്ടും. ഇതിനകത്ത് 22% കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ റിൻസിങ് ടൈം ഉണ്ടല്ലോ, അത് കുറച്ചതിന് ശേഷം സ്പിന്ന് കൂട്ടും. ഫോർ എക്സാമ്പിൾ റിൻസിങ് ടൈം 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിനെ 5 മിനിറ്റ് ആക്കി കുറച്ചതിന് ശേഷം അതിൻ്റെ സ്പിന്നിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, അത് ഇത് കിടന്ന് കറങ്ങുന്ന സ്പീഡ് കൂട്ടി ഒരുവിധം കഴുകി വൃത്തിയായ ഡ്രസ്സ് കിട്ടും. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് വാഷ് ചെയ്ത് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അരമണിക്കൂർ കൊണ്ട് സാധനങ്ങൾ വാഷ് ചെയ്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് എടുത്ത് അയലൊക്കെ ഇടുക, ഉണക്കിയെടുക്കുക, ഡൺ. നാളെ രാവിലെ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനുള്ളതോ അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതോ കോളേജിൽ പോകാനുള്ളതോ ഒക്കെ ആവും. ഇതെല്ലാം പോട്ടെ, എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9 കിലോ കപ്പാസിറ്റി എന്നുള്ളതാണ്. ഇത്രയും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ എക്കോ ബബിൾ വാഷിംഗ് മെഷീന് എത്ര വലിയ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ ഒരു കർട്ടൻ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ട് വാഷ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്യുന്നത് മാത്രമല്ല, സ്മാർട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വാഷിംഗ് ടൈമും അതുപോലെ തന്നെ വാഷിംഗും ഒക്കെ എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും ഏത് സമയത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കിടിലം പെർഫോമൻസ് തരുന്നതും കിടിലം എഫിഷ്യൻസി തരുന്നതുമായിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കോ ബബിൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ദ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.